തന്നെ വേണം. എന്നാൽ ഇന്നു മുതൽ എന്റെ ഭക്തരുടെ കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഞാൻ വെക്കുകയാണ്. അങ്ങ് അവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാലത്തെ ശിക്ഷകൾ എന്നോട് പറയുക. ഞാൻ എന്റെ ഭക്തർക്ക് ഒരു മണ്ഡലകാലത്തിൽ വ്രതമായി നൽകാം. ശനിദേവന് അത്ഭുതമായി. കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങൾ വെറും 41 ദിവസം കൊണ്ട് എങ്ങനെ അനുഭവിച്ചു തീർക്കാൻ കഴിയും? അവിശ്വാസത്തോടെ അദ്ദേഹം ചോദിച്ചു, ധർമ്മശാസ്താവേ, ഇതെങ്ങനെ സാധ്യമാകും? അത്രയും വലിയ കഷ്ടപ്പാടുകൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും? ഇത് കേട്ട അയ്യപ്പസ്വാമി ശനിദേവനോട് മണ്ഡലകാല വ്രതത്തിന്റെ യഥാർത്ഥ മഹാത്മ്യം വെളിപ്പെടുത്തി. ശനിദേവ, എന്റെ ഭക്തരെ നോക്കൂ. അങ്ങ് നൽകാൻ ഉദ്ദേശിക്കുന്ന ദുരിതങ്ങളെല്ലാം അവർ ഈ 41 ദിവസങ്ങൾ കൊണ്ട് സ്വയം ഏറ്റെടുക്കുകയാണ്. ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് തൃപ്തിയടയും. വെറും തറയിലോ പായയിലോ കിടന്നുറങ്ങും. സുഖ സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കും. കഠിനമായ ബ്രഹ്മചര്യവ്രതം പാലിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. താടിയും മുടിയും വടിച്ച് മോടി കാണിക്കാതെ ലളിതമായ വേഷം ധരിച്ച് അഹങ്കാരം വെടിഞ്ഞു വരും. അങ്ങക്കിഷ്ടപ്പെട്ട കറുപ്പ് വസ്ത്രം ധരിച്ച് അവർ ലൗകിക ചിന്തകൾക്ക് വിട നൽകുന്നു. ആ കറുത്ത വസ്ത്രം ഭക്തിയുടെ നിഴലായും പരിത്യാഗത്തിന്റെ അടയാളമായും അവർക്ക് മാറുന്നു.